നന്മ 24-ൻ്റെ എല്ലാ പ്രേക്ഷകർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. രാജ്യം 76-ാം റിപ്പബ്ലിക് ദിനം എന്ന പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നത്. ഇതിന്റെ ഭാഗമായി എറണാകുളം ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷം കളക്ടറേറ്റ് പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. മന്ത്രി പി രാജീവ് പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു.
രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ദേശീയ മുന്നേറ്റത്തിൻ്റെയും ഉൽപ്പന്നമാണ് ഭരണഘടന എന്നത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഭരണഘടന ഈ രാജ്യത്തെ പരമാധികാര ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഭരണഘടന ഉൾക്കൊള്ളുന്നത് ഇന്ത്യ എന്ന ആശയത്തെയാണ്. നാനത്വത്തിൽ ഏകത്വം, വൈവിധ്യങ്ങളുടെ സൗന്ദര്യം, അതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ സവിശേഷതയാണ്. ഏത് മതവിശ്വാസത്തിൽപ്പെട്ടവർക്കും, ഏത് സംസ്ഥാനത്തിൽപ്പെട്ടവർക്കും, ഏത് ഭാഷ സംസാരിക്കുന്നവർക്കും, ഏത് ആചാരം പിന്തുടരുന്നവർക്കും എല്ലാവർക്കും അവരവരുടെ ആചാര വിചാര വിശ്വാസങ്ങൾക്കനുസൃതമായി ജീവിക്കാനുള്ള അവകാശത്തെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഫെഡറലിസം ഭരണഘടനയുടെ അടിസ്ഥാന ശൈലികളിലൊന്നാണ്. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ അധികാര പരിധികൾ ഭരണഘടന നിർവചിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റിലും സംസ്ഥാന ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലുമായി നിയമനിർമ്മാണത്തിന്റെ അധികാരങ്ങളും ഭരണഘടന നിർവചിച്ചിട്ടുണ്ട്. ഈ ഭരണഘടന സംരക്ഷിക്കുകയുമുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മുക്കാൽ നൂറ്റാണ്ട് നിലവിൽ നിന്ന് പോകാൻ കഴിഞ്ഞത് നമ്മുടെ ഭരണഘടനയുടെ ഉൾക്കരുത്തിന്റെ പ്രതിഫലനമായിട്ടാണ് ഓരോരുത്തരും കാണേണ്ടത്. അതിനെ കുറെ കൂടി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, മതനിരപേക്ഷ അടിത്തറയിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുക, ജനാധിപത്യത്തിനും സമത്വത്തിനും നീതിക്കുമെല്ലാം പലതരത്തിലുള്ള മാനങ്ങൾ ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ ജനാധിപത്യമുണ്ട്, സാമൂഹ്യ ജനാധിപത്യമുണ്ട്, സാമ്പത്തിക ജനാധിപത്യമുണ്ട്. ഭരണഘടനാ അസംബ്ലിയിൽ ഭരണഘടനയുടെ കരട് അവസാനം സമർപ്പിച്ചുകൊണ്ട് നടത്തിയ ചരിത്ര പ്രസംഗത്തിൽ അംബേദ്കർ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ രാജ്യത്തിന് നൽകുകയുണ്ടായി. അതിലൊന്ന്, വിശ്വാസം രാഷ്ട്രത്തിന് മുകളിൽ വരുമോ? അത് രാഷ്ട്രമാണോ വിശ്വാസത്തിന് മുകളിൽ വരുന്നത്? എപ്പോഴാണോ വിശ്വാസം രാഷ്ട്രത്തിന് മുകളിൽ വരുന്നത്, അതോടുകൂടി നമ്മുടെ സ്വാതന്ത്ര്യം അപകടത്തിലാകും എന്ന മുന്നറിയിപ്പ് അംബേദ്കർ അന്ന് തന്നെ നൽകുകയുണ്ടായി. രാഷ്ട്രത്തിന് കീഴിൽ, ഭരണഘടനയ്ക്ക് കീഴിൽ എല്ലാ സംവിധാനങ്ങളെയും കൊണ്ടുവരിക എന്നത് പ്രധാനപ്പെട്ടതാണ്. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങളുണ്ടാകും, ആദർശങ്ങളുണ്ടാകും. പക്ഷേ എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും നിയമനിർമ്മാണ സഭയെയും സമൂഹത്തെയും നയിക്കുന്നത് ഓരോരുത്തരുടെയും വിശ്വാസങ്ങളല്ല, ഓരോരുത്തരുടെയും ദർശനങ്ങളല്ല, ഓരോരുത്തരും സാംസ്കാരികമായ അസ്തിത്വമല്ല. അവരെ നയിക്കുന്നത് ഭരണഘടനാ മൂല്യമാണ്. ആ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. കേരളം ഈ വർഷം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറാൻ പോവുകയാണ്. ആ പ്രഖ്യാപനം ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിന്റെ, എല്ലാവർക്കും അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഒരു പ്രഖ്യാപനമായി മാറും. അതോടൊപ്പം തന്നെ കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതയുള്ള സംസ്ഥാനമായി മാറുന്നതോടെ പുതിയ സാങ്കേതിക വിദ്യയുടെ അവകാശങ്ങളും എല്ലാ പൗരന്മാരിലേക്കും എത്തുന്നതിന് നമ്മുടെ സംസ്ഥാനത്ത് കഴിയും എന്നാണ് കണക്കാക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഫെഡറലിസത്തെയും സംരക്ഷിക്കുന്നതിനും ഓരോരുത്തർക്കും സ്വയം സമർപ്പിക്കാം എന്ന് പ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള അവസരമായി ഈ റിപ്പബ്ലിക് ദിന ആഘോഷത്തെ മാറ്റി തീർക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
Officers, return, sir. Parade will peel off from the center. Platoon, left and right, head. One the center. Left and right, wheel. Wait, march. അതിഥികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയ എല്ലാവരും ജില്ലാ ഭരണകൂടത്തിലുള്ള ഒഫീഷ്യൽസ്